ശിരസ്സൊപ്പം വീണു തകരുന്ന കിരീടങ്ങൾ, വാടി വീഴുന്ന കിനാവിന്റെ പൂക്കൾ, അടരാൻ അറിയാതെ ആയുധമില്ലാതെ അയാൾ. 1989 ജൂലൈ 7 പുറത്തിറങ്ങിയ സിനിമയുടെ പരസ്യവാചകമാണിത്. പൊരുതാൻ പോലും അറിയാതെ തോറ്റുപോയൊരു നായകന്റെ കഥ. പുള്ളൂർക്കുടം പോലെ വിങ്ങിയൊരുകുന്ന സേതുവിന്റെ, അച്ചുവിന്റെ, ദേവിയുടെ കഥ. മലയാള സിനിമയുടെ സകല രസക്കൂട്ടുകളും പാടെ തകിടം മറിച്ച, കാലങ്ങൾക്കിപ്പുറവും കവിളുകളിൽ കണ്ണീരിന്റെ തണുപ്പ് സമ്മാനിക്കുന്ന മലയാളത്തിന്റെ കിരീടകഥ. കഥാന്ത്യത്തിൽ കലങ്ങി തെളിയുകയും നായകൻ വില്ലൊടിക്കുകയും ചെയ്യണമെന്ന ഫോർമുലകൾക്ക് ലോഹിതദാസ് എന്ന കഥാകാരൻ നൽകിയ മറുപടിയായിരുന്നു കിരീടവും പിറകെ എത്തിയ ചെങ്കോലും. പേരിന് പോലും അന്നുവരെ ഉണ്ടായ ആഢ്യത്വം നഷ്ടമാകും വിധമാണ് സിബി മലയിൽ മലയാള സിനിമയ്ക്ക് ആ കിരീടം വെച്ചു നൽകിയത്. 3 ദിവസം കൊണ്ട് ലോഹിതദാസ് എഴുതി പൂർത്തിയാക്കിയ കഥയ്ക്ക് 25 ദിവസം കൊണ്ട് സിബി മലയിൽ ജീവൻ നൽകി. ആകെ ചെലവ് വെറും 23.5 ലക്ഷം രൂപ. ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു എന്ന വരികളിൽ ഇന്നും പുറത്തെത്താതെ ചങ്കിൽ കുരുങ്ങി കിടക്കുന്ന ഒരു ഗദ്ഗതമുണ്ട്. കാഴ്ചക്കാരന്റെ ഉള്ളു വലിച്ചു കീറിയ സിനിമ വേദനയുടെ അവസാന അധ്യായവും അവിടെ തുറന്നിടും. അകമ്പടിയായ ചെരിഞ്ഞ തോളും തലപ്പു കയ്യിലെടുത്ത് വെള്ളമുണ്ടിൽ നിശ്ചലനാകുന്ന ലാലും വല്ലാത്ത വേദനയാണ്. അയാളുടെ തോൽവി മരുന്നറിയാത്ത നോവാണ്. രാജാവിന്റെ മകൻ, 20-ാം നൂറ്റാണ്ട്, ഭൂമിയിലെ രാജാക്കന്മാർ, 3-ാം മുറ തുടങ്ങി അമാനുഷിക നായക കഥാപാത്രങ്ങളുടെ താരഭാരത്തോടെ നിന്ന മോഹൻലാലിലേക്കാണ് കണ്ണീർ പൂ പോലത്തെ സേതുവിനെ ലോഹി വെച്ചു നീട്ടുന്നത്. ആ വരവേൽപ്പിന് പതിറ്റാണ്ടുകൾ മാഞ്ഞാലും മങ്ങാത്ത ഊഷ്മളതയുണ്ടാകുമെന്ന് അന്നേ അവർ കണക്കുകൂട്ടിയിരുന്നു. MLA-യുടെ മകന്റെ വണ്ടി മാറ്റിയിടാൻ പറയുന്ന അച്ഛന്റെ നിശ്ചയദാർഢ്യത്തിൽ നിന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന അയാളുടെ ബോധ്യത്തിൽ നിന്നുമാണ് സേതുവിന്റെ വിധി തിരുത്തപ്പെടുന്നത്. നായകൻ തോറ്റു തുടങ്ങുന്നത്. അച്ഛന്റെ സ്വപ്നങ്ങളിലേക്ക് ശിരസുയർത്തി നടന്ന സേതു അച്ഛനു മുന്നിൽ ആദ്യം തലകുനിക്കുകയും പിന്നീട് അയാൾക്ക് നേർ കത്തി നീട്ടുകയുമാണ്. ഈർക്കിൽ കൊണ്ടുപോലും മക്കളെ നോവിച്ചിട്ടില്ലാത്ത അച്ചു മകനെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുക മാത്രമല്ല, ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുകയാണ്. പിന്നീട് അവന് മുന്നിൽ തുറന്നു വെക്കുന്ന പൊതിച്ചോറിലുണ്ട് ആ അച്ഛന്റെ വേദന. തിലകൻ എന്ന നടന്റെ നടന വൈഭവവും. പോലീസുകാരനായും പിന്നെ അച്ഛനായും പിന്നെ നിസ്സഹായനായ സർവ്വതും കൈവിട്ടച്ഛനായും കത്തി താഴെയിടറ എന്ന് പറയുന്ന അച്ചു വീണ്ടും കാഴ്ചക്കാരന്റെ ചങ്കുലയ്ക്കുന്നത് സേതുമാധവൻ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് മുദ്ര കുത്തിക്കൊണ്ടാണ്. ഒരായുധം താഴെ ഇടണമെങ്കിൽ അതിനേക്കാൾ മൂർച്ചയുള്ള മറ്റൊരായുധം പ്രയോഗിക്കണം. അയാളുടെ അന്നേരത്തെ അവസ്ഥയെ കീറി മുറിച്ചുകൊണ്ടാണ് ഡയലോഗ് പറഞ്ഞതെന്ന് തിലകൻ പിന്നീട് പറയുന്നുണ്ട്. എന്നാൽ സേതുമാധവന് ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ: എല്ലാ മോഹങ്ങളും ഞാൻ തകർത്തു കളഞ്ഞു. അച്ഛനോട് മാപ്പ് പറഞ്ഞെന്ന് പറയണമെന്ന് കേശുവിനോട് പറയുമ്പോൾ അയാൾ ജീവിച്ചത് എന്തിനായിരുന്നു എന്ന് തെളിയും. ദേവിയോട് അവൾ തനിക്കൊരു ബാധ്യതയാണെന്ന് പറയുമ്പോൾ അവളെ എത്രമാത്രം സേതു മോഹിച്ചിരുന്നുവെന്നും ഉള്ളിൽ ഓർത്തുപോകും. ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു, എന്ത് ചെയ്താലും അവസാനിക്കുന്നത് വലിയ തെറ്റിലാണ് എന്ന തിരിച്ചറിവിലേക്കാണ് കഥയുടെ ആദ്യ പകുതി അയാളെ കൊണ്ടുചെന്ന് നിർത്തുന്നത്. അവിടെയെല്ലാം ഡയലോഗിനപ്പുറത്തേക്കാണ് മോഹൻലാൽ എന്ന താരം തന്റെ ആകാരത്തിലേക്ക് ആവാഹിച്ച സേതുവായി വളരുന്നത്. മറുപുറത്ത് ലോഹിയുടെ തൂലിക പടുത്തത് മുറിച്ചിട്ട് മുറി കൂടുന്ന സൈസ് ജോസിനെയാണ്, സാക്ഷാൽ കീരിക്കാടൻ ജോസിനെ. മോഹൻലാൽ എന്ന താരത്തിന്റെ ആഴമറിയണമെങ്കിൽ സേതുമാധവന്റെ ഉള്ളറിഞ്ഞാൽ മതി. തിലകൻ എന്ന മഹാനടൻ ബാക്കിയാക്കിയ വിട പറയണമെങ്കിൽ കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെ ധർമ്മ സങ്കടം അറിഞ്ഞാൽ മതി. ലോഹിതദാസിന്റെ വലിപ്പം അറിയാൻ സേതുവിന്റെ മുറിവിലെ നീച്ചൽ അറിഞ്ഞാൽ മതി. മലയാളത്തിന്റെ മഹത്വം അറിയാൻ കിരീടത്തിന്റെ മൂർച്ച അറിഞ്ഞാൽ മതി. കാലമകലും തോറും ഉന്മാദം വറ്റാത്ത ആസ്വാദനമായി മലയാള സിനിമയിൽ കിരീടം ഉയരത്തിൽ തുടരുന്നത് ആ ക്രാഫ്റ്റിൽ അലിഞ്ഞു ചേർന്ന ആത്മാക്കളുടെ ഭാരം കൊണ്ടാണ്. 37 വർഷത്തിനു ശേഷം അവർ നമ്മളെ തേണ്ടി വീണ്ടും ഇറങ്ങുന്നു. തിരശീലയിൽ വീണ്ടും കിരീടം തെളിയുന്നു.